ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചു ടി വിനി ഒരിക്കലും തിരിച്ചു വരില്ലേ? കൊച്ചു ടി വിനി തിരിച്ചു വന്നാൽ പഴയതുപോലെ ആകുമോ? അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൊച്ചു ടി വിയുടെ മാറ്റം ആഗ്രഹിക്കുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട്. അവരെയൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കൊച്ചു ടി വി ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഗ്ലോറിയ സോസ് അവരെടുത്ത് മാറ്റിയത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഗ്ലോറിയ സോസ് കൊച്ചു ടി വിയിൽ തിരിച്ചു വന്നത്. 2016 ലാസ്റ്റായിട്ട് കൊച്ചു ടി വിയിൽ ഗ്ലോറിയ സോസ് വന്നത്. പിന്നെ ഇപ്പോൾ 2024 എന്നാൽ 2025 ആയപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പകരം പുതിയൊരു കാർട്ടൂൺ കൂടി വന്നിട്ടുണ്ട്. മഹാഗണേഷ് എന്ന പുതിയ കാർട്ടൂണാണ് ഗ്ലോറിയ സോസിന് പകരം വന്നത്. കൊച്ചു ടി വി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, 2022 അല്ലെങ്കിൽ 23, 24 അവരെന്താണോ ചെയ്തത് അതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2024 അവർ മികച്ചൊരു തീരുമാനമെടുത്തു. അതായിരുന്നു ഗ്ലോറിയ സോസിന്റെ തിരിച്ചുവരവ്. പക്ഷേ അതേ ഗ്ലോറിയ സോസിനെ അവർ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇനി അതുപോലൊരു കാർട്ടൂൺ വരുമോ എന്നറിയില്ല, പക്ഷെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലത്തെ ഏതെങ്കിലും കാർട്ടൂൺ തിരിച്ചു വരാതെ കൊച്ചു ടി വിക്ക് ഒരിക്കലും ഇനി തിരിച്ചു വരാൻ കഴിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു സംഭവമുണ്ട്. വേറൊന്നുമല്ല, ഗ്ലോറിയ സോസ് തിരിച്ചു വന്ന് അതുപോലെ ഒന്നെങ്കിൽ 2025 അല്ലെങ്കിൽ 26 ഏപ്രിലെങ്കിലും ഒരു പഴയ കാർട്ടൂൺ അവർ തിരിച്ചു കൊണ്ടുവരാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. ഒരു പഴയ കാർട്ടൂൺ മാത്രം, അത് കൊച്ചു ടി വിൻ്റെ ഫാൻസ് കാണാൻ കാത്തിരിക്കുന്ന ഒരു കാർട്ടൂൺ ആണെങ്കിൽ കൊച്ചു ടി വി കുറച്ചുകൂടി മുമ്പോട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ അവരങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഗ്ലോറിയ സോസ് നിലനിർത്തിയിട്ട് വേണമായിരുന്നു കൊണ്ടുവരാൻ. പക്ഷേ അതവർ ചെയ്തില്ല. ഇതൊരിക്കലും ഉറപ്പായൊരു കാര്യമല്ല, സാധ്യത കാണുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പെട്ടെന്ന് തന്നെയായിരുന്നു ഗ്ലോറിയ സോസ് കൊച്ചു ടി വിയിൽ വന്നത്. അതുപോലെ പെട്ടെന്ന് തന്നെയായിരിക്കും ആ കാർട്ടൂൺ വരിക. പിന്നെ ആ കാർട്ടൂൺ ഏതാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് കാർട്ടൂൺ ആയിരിക്കും അങ്ങനെ വരാൻ സാധ്യതയുള്ളത്? തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി അങ്ങനെ ഒരു കാർട്ടൂൺ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ കൊച്ചു ടി വി ഉറപ്പായിട്ടും പൂട്ടി പോകേണ്ടി വരും. കാരണം ജാക്കി ചാൻ, ഡോറ ബുജി, ഗ്ലോറിയ സോസ്, ഹാപ്പി കിഡ്, ലിറ്റിൽ കൃഷ്ണ അതുപോലത്തെ കാർട്ടൂൺസ് ഒക്കെ ആയിരുന്നു കൊച്ചു ടി വിയെ പിന്നെങ്കിലും പിടിച്ചു നിർത്തിയിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് ഗ്ലോറിയ സോസ് പോയി കഴിഞ്ഞു. പകരം ഒരു കാർട്ടൂൺ ഏതായാലും തിരിച്ചു വന്നേ പറ്റൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും കൊച്ചു ടി വി താഴോട്ട് പോകും. അതുപോലെ തന്നെ അവർ കൊണ്ടുവരേണ്ട ഒരു മാറ്റമാണ് ഈ ഒരു കാർട്ടൂൺ തന്നെ ഒരുപാട് സമയം ടെലികാസ്റ്റ് ചെയ്യുക. അതും അവർ നിർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ കൊച്ചു ടി വി ഒരിക്കലും തിരിച്ചു വരില്ല. ഈ ഒരു കാർട്ടൂൺ തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന പകരമായിട്ട് അവർക്ക് പുതിയ പുതിയ കാർട്ടൂൺസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് അതുപോലത്തെ കാർട്ടൂൺസ് ടെലികാസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതന്നെ നിലനിർത്തിക്കൊണ്ടു പോയാൽ മതി. അതിനൊപ്പം പഴയ കാർട്ടൂൺസ് കൂടി ഇട്ടാൽ അത് വേറെ ലെവൽ കൊച്ചു ടി വി മാറും. അതിൻ്റെ ഒപ്പം ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്ന കാർട്ടൂൺസ് കൂടിയും അവർ ഒഴിവാക്കാൻ പാടില്ല. സ്പെഷ്യലി ജാക്കി ചാൻ, ഹാപ്പി കിഡ്, ലിറ്റിൽ കൃഷ്ണ അതുപോലത്തെ കാർട്ടൂൺസ്. ഹൈദിയും നിർത്തരുത്. പക്ഷെ ഹൈദി ഇതുപോലെ ഒരുപാട് സമയം ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല. പകരം കുറച്ച് സമയമൊക്കെ ടെലികാസ്റ്റ് ചെയ്താൽ ഹൈദി കാണാനും ഒരുപാട് ഫാൻസ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ജാക്കി ചാനൊന്നും ഒരിക്കലും കൊച്ചു ടി വിയിൽ നിന്ന് പോകാൻ പാടില്ല. കൊച്ചു ടി വി നിലനിർത്തി കൊണ്ടുപോകുന്നത് തന്നെ ജാക്കി ചാൻ കാർട്ടൂൺ തന്നെയാണ്. എന്തെങ്കിലും നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കൊച്ചു ടി വി ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ നിങ്ങൾ മറക്കാതെ ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ.